ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ സിപിഎമ്മിനൊപ്പമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖത്തിലൂടെ നിലപാട് വ്യക്തമാക്കുന്നത്. ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സിപിഐഎമ്മിനെതിരെ ഹിന്ദു ധ്രുവീകരണമില്ല. അത് തെറ്റായ കാഴ്ചപ്പാടാണ്. വനിതാ മതിലിൽ മുന്നോക്ക പിന്നാക്ക വ്യത്യാസമില്ലാതെ എല്ലാവരും അണിചേർന്നത് ഇതിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം വർഗീയ വിരുദ്ധ ശക്തികൾക്ക് ഒപ്പമാകും. കേരളത്തിൽ ബിജെപിക്കെതിരെ നിലപാടെടുക്കുന്നത് ഇടതുപക്ഷമാണെന്നത് അവർക്കറിയാം. അതുകൊണ്ടവർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോൺഗ്രസ് അവകാശപ്പെടുന്നത് അവർ മതേതര പാർട്ടിയാണ് എന്നാണ്. എന്നാൽ പിന്തുടരുന്നത് സംഘപരിവാർ നിലപാടും. അതാണ് മധ്യപ്രദേശിൽ കാണാനായത് എന്നും മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിൽ പോലും ശബരിമല വിഷയത്തിൽ RSS നിലപാടിനൊപ്പമാണ് കോൺഗ്രസ് സഞ്ചരിച്ചത്. ഇതാണ് കോൺഗ്രസിന്റെ വലിയ പരാജയമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിലൂടെ ബിജെപി ഇനി അധികാരത്തിൽ വന്നാൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ബിജെപിയെ തോൽപ്പിക്കുകയാണ് ലക്ഷ്യം. അതിനായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കോൺഗ്രസുമായി സഹകരിക്കുന്നത് രണ്ടാം ഘട്ടം മാത്രമാണ്. സംസ്ഥാനത്ത് കോൺഗ്രസുമായി സഹകരിക്കുന്നത് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം നടന്ന സിപിഎമ്മിന്റെ റാലി മാറ്റത്തിന്റെ കാറ്റ് കാണിക്കുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ കാലം ഇടതുപക്ഷത്തെ അവഗണിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതും മുഖ്യമന്ത്രി ഇതിലൂടെ അടിവരയിട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സിപിഐഎം എവിടെയും മുന്നണി ഉണ്ടാക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ് പാർട്ടി നയം. ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുന്ന അടവ് നയം സ്വീകരിക്കും. ഏത് പാർട്ടിയാണ് ബിജെപിക്കെതിരെ മുഖ്യമായി മത്സരിക്കുന്നത് അവർക്ക് പിന്തുണ നൽകുമെന്നും കോടിയേരി പറഞ്ഞു. സിപിഎം ഒരു സ്ഥലത്തും കോൺഗ്രസുമായിട്ടൊരു മുന്നണി ഉണ്ടാക്കാൻ പോകുന്നില്ല. കോൺഗ്രസുമായിട്ടുള്ള ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം മത്സരിക്കില്ല. ബംഗാളിലും സിപിഎമ്മും കോൺഗ്രസും തമ്മിൽ യാതൊരുവിധ മുന്നണിയും ഉണ്ടായിരിക്കുകയില്ല. ദില്ലി സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് അവലോകനമാണ് പ്രധാന അജണ്ടയാകുന്നത്. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം രണ്ട് ദിവസമായി തുടരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് അവസാനിക്കുമ്പോൾ എന്തെല്ലാമാണ് പ്രധാന ചർച്ചാ വിഷയമാകുക? അതോടൊപ്പം തന്നെ ബംഗാൾ ഘടകം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ഏത് തരത്തിലാണ് ചർച്ചയാവുന്നത്? സമഗ്രമായ വിവരങ്ങൾ. കൃഷ്ണ, ഇന്ന് പോളിറ്റ് ബ്യൂറോ യോഗം സമാപിക്കും. വൈകുന്നേരം 4 മണിയോടുകൂടി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും മാധ്യമങ്ങളെ കാണും. പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ തീരുമാനങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അറിയിക്കുകയും ചെയ്യും. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നേരത്തെ MA ബേബി അടക്കമുള്ളവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചത് തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാന വിഷയം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഈ മാസം അവസാനത്തോടെ ഉണ്ടാകും. ഓരോ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് സാഹചര്യം വിലയിരുത്തണം. ഇതേ സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സമിതികൾ നൽകിയിട്ടുണ്ട്. അത് പരിശോധിക്കും. ചില സംസ്ഥാനങ്ങളിൽ സഖ്യത്തിൽ വേണ്ടിവരും. പക്ഷെ ആ സഖ്യം എന്ന് പറയുന്നത് നേരത്തെ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചത് പ്രകാരമുള്ള സഖ്യമായിരിക്കാം പോളിറ്റ് ബ്യൂറോയും തീരുമാനമെടുക്കുക. അതിനുശേഷം അടുത്ത മാസം ആദ്യവാരം കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയും തീരുമാനിക്കണം. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബംഗാളിനെ സംബന്ധിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ബംഗാളിൽ യാതൊരു സഖ്യവും ഉണ്ടാകില്ല കോൺഗ്രസുമായി. അത്തരമൊരു ചർച്ചയല്ല ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ അവസാനിക്കും. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ആണ്. 36 റഫേൽ വിമാനങ്ങൾക്കായുള്ള വിലപേശലിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ രേഖകൾ പുറത്തുവന്നത് രാഷ്ട്രീയമായും നിയമപരമായും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. വിമാന കരാറിൽ പ്രധാനമന്ത്രിയോ പ്രധാനമന്ത്രിയുടെ ഓഫീസോ ഇടപെട്ടിട്ടില്ല എന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. എല്ലാ രേഖകളും സമർപ്പിച്ച കേന്ദ്രം പ്രതിരോധ സെക്രട്ടറിയുടെ കുറിപ്പടങ്ങിയ ഫയൽ സുപ്രീം കോടതിയിൽ നിന്ന് മറയ്ക്കുകയും ചെയ്തു. പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചു. റഫേൽ ഇടപാടുകളെല്ലാം പരിശോധിച്ച് CAG റിപ്പോർട്ട് നൽകിയെന്നും ഈ റിപ്പോർട്ടിന് പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയെന്നും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആരോപണം നേരിടുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ കോടതിയലക്ഷ്യം നേരിടാതിരിക്കാൻ തിരുത്തൽ ഹർജി വരെ കേന്ദ്രത്തിന് നൽകേണ്ടി വന്നു. ഈ ആവശ്യം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്.
ഇതിനു പിന്നാലെയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന് മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നത്. റഫേൽ കരാർ സംബന്ധിച്ച് കോടതിക്ക് നൽകിയ സത്യവാങ്മൂലം തന്നെ വ്യാജം. പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിരോധ കരാറിൽ ഇടപെട്ടിട്ടില്ലെന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ കേന്ദ്രം പ്രതിരോധ സെക്രട്ടറിയുടെയും പ്രധാനമന്ത്രിയുടെയും കുറിപ്പുകൾ അടങ്ങിയ ഫയൽ കോടതിയിൽ നൽകാതെ മറച്ചുവെച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നുവെന്ന് ഇനി കേന്ദ്രത്തിന് കോടതിയെ ബോധിപ്പിക്കേണ്ടി വരും. പാർലമെന്റിന്റെയും ഈ വിഷയത്തിൽ നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും തെറ്റിദ്ധരിപ്പിച്ചു. മോദി ഇടപെട്ടിരുന്നില്ലെന്ന് ഇതുവരെ പറഞ്ഞ പ്രതിരോധ മന്ത്രി രേഖകൾ പുറത്തു വന്ന ശേഷം പറഞ്ഞത് നയതന്ത്ര ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഫ്രഞ്ച് പ്രധാനമന്ത്രിമാർ കരാറിന് മേൽനോട്ടം വഹിച്ചിരുന്നുവെന്നാണ്. റഫേൽ വില പരസ്യപ്പെടുത്താനാകില്ലെന്ന് പറഞ്ഞിരുന്ന കേന്ദ്ര സർക്കാരിന് ചട്ടങ്ങൾ എന്തിനു മറികടന്നു എന്നത് വിശദീകരിക്കാനാകുന്നില്ല. 126 വിമാനം എന്ന വ്യോമസേനയുടെ ആഗ്രഹം വേണ്ടെന്ന് വെച്ച മോദി 36 വിമാനം മതിയെന്ന് തീരുമാനിച്ചത് എന്തിനെന്നു കൂടി വ്യക്തമാക്കേണ്ട സാഹചര്യത്തിലാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശാരദ ചിട്ടിതട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ സിബിഐ ചോദ്യം ചെയ്യുന്നു. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ഷില്ലോങ്ങിലാണ് ചോദ്യം ചെയ്യൽ. രാജീവ് കുമാറിനൊപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. കൊൽക്കത്തയിൽ രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനെത്തിയ അതേ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ റോബർട്ട് വാദ്രയുടെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇത് 3ാം തവണയാണ് വാദ്ര ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റിന് മുൻപിൽ ഹാജരാകുന്നത്. രാജ്യത്തിന് അഭിമാനമായി കേരള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖ്യമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. 1000 ദിനങ്ങൾ പിന്നിടുന്ന സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് കേരളത്തിലെ ആദ്യത്തേതും രാജ്യത്തെ രണ്ടാമത്തേതുമായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തുടക്കത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 8 ഡിവിഷനുകൾ ഉണ്ടാകും. അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിളിച്ച പിസിസി അധ്യക്ഷന്മാരുടെയും നിയമസഭാ കക്ഷി നേതാക്കളുടെയും യോഗം തുടങ്ങി. സംസ്ഥാനത്തെ സാഹചര്യങ്ങളും സഖ്യസാധ്യതകളും പ്രചരണ ഒരുക്കങ്ങളും നേരിട്ട് വിലയിരുത്തുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ ദിവസം സമാപിച്ച ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ നൽകിയതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ഹൈക്കമാൻഡ് തയ്യാറാക്കിയ മാർഗരേഖ ഈ യോഗത്തിലും വിശദീകരിക്കും. ജനമഹായാത്രയിലായതിനാൽ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗത്തിൽ പങ്കെടുക്കില്ല. മുൻ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പ്രവീൺ തൊഗാഡിയ ഇന്ന് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും. ഹിന്ദുക്കളോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാതെ ഹിന്ദു മതവിശ്വാസികളെ വഞ്ചിക്കുന്ന ബിജെപി നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി പ്രഖ്യാപിക്കുന്നതെന്ന് പ്രവീൺ തൊഗാഡിയ പറഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന വാഗ്ദാനം പാലിക്കാതെ ബിജെപി ഹിന്ദുക്കളെ വഞ്ചിച്ചുവെന്നും തൊഗാഡിയ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കും. പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൊഗാഡിയ പുതിയ പാർട്ടിയുണ്ടാക്കുന്നത് ബിജെപിയുടെ തീവ്ര ഹിന്ദു വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ കാരണമാകും. നേരത്തെ വിശ്വ ഹിന്ദു പരിഷത്തുമായി ഇടഞ്ഞ് അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്ത് എന്ന പുതിയ സംഘടന തൊഗാഡിയ പ്രഖ്യാപിച്ചിരുന്നു. ദില്ലിയിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപനം. സിബിഐ മുൻ ഇടക്കാല ഡയറക്ടർ എൻ നാഗേശ്വര റാവുവുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന 2 കമ്പനികളിൽ കൊൽക്കത്ത പോലീസിന്റെ മിന്നൽ പരിശോധന. റാവുവിന്റെ ഭാര്യ പങ്കാളിയായ സോൾട്ട് ലേക്കിലെ ആഞ്ചലീന മെർക്കന്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും കൊൽക്കത്തയിലെ ഓഫീസിലുമാണ് കൊൽക്കത്ത പോലീസ് റെയ്ഡ് നടത്തിയത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ സിബിഐ ചോദ്യം ചെയ്യലിനായി ഷില്ലോങ്ങിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പരിശോധന. 124ാമത് മാരാമൺ കൺവെൻഷന് പമ്പാതീരം ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2:30 ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമത്തിന് തുടക്കമാവുക. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഘവുമായ മാരാമൺ കൺവെൻഷന് പമ്പാതീരം ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിനങ്ങൾ പമ്പാതീരം പ്രാർത്ഥന മുഖരിതമാകും. 123 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസികളുടെ ചെറു കൂട്ടായ്മയായാണ് മാരാമൺ കൺവെൻഷന് തുടക്കം കുറിച്ചത്. പിന്നീട് വർഷം തോറും വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ മാരാമൺ കൺവെൻഷൻ ലോക പ്രശസ്തമായി. പതിവ് രീതിയിൽ 1,00,000 പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന വിശാലമായ ഓലപ്പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേക പാലങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ശബ്ദ സംവിധാനം, വെളിച്ചം, കുടിവെള്ളം, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് കൺവെൻഷൻ നടക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭ പരമാധ്യക്ഷൻ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിറ്റ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് കൺവെൻഷന് അധ്യക്ഷസ്ഥാനം വഹിക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മാർത്തോമ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ
ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ കൺവെൻഷൻ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. 7 നാൾ നീളുന്ന കൺവെൻഷനിൽ ദൈവശാസ്ത്ര പണ്ഡിതരും പ്രസിദ്ധരായ സുവിശേഷ പ്രസംഗകരും പ്രഭാഷണം നടത്തും. രാത്രി യോഗങ്ങൾ ഇല്ലാത്തതും സ്ത്രീകൾക്കും യോഗത്തിൽ പങ്കെടുക്കാമെന്നതും ഈ തവണത്തെ കൺവെൻഷന്റെ പ്രത്യേകതയാണ്. കൺവെൻഷനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളും പ്രത്യേക സേവനങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. സാംസ്കാരിക രംഗത്തിന്റെ കേന്ദ്രമായ ക്ഷേത്രങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമെന്ന ഭീതിയാൽ സവർണ ആധിപത്യം അവസാനത്തെ യുദ്ധം നടത്തുകയാണെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നവകേരള സാംസ്കാരിക യാത്രയ്ക്ക് കൊച്ചിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട്. സവർണാധിപത്യത്തിന്റെ ഇത്തരം നീക്കത്തിനെതിരായ അവബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച് ഇതിനെതിരെ ജനകീയ ഐക്യമുയർത്തിക്കൊണ്ടുവരാൻ പുരോഗമന പ്രസ്ഥാനങ്ങൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. പുകാസ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സുലേഖ അധ്യക്ഷയായിരുന്നു. ഷാജി എൻ കരുൺ, പ്രൊഫസർ എം എം നാരായണൻ, ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ, സി എൻ മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു. രാഷ്ട്രീയ അധികാരത്തിന്റെ രംഗത്തുനിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട സവർണാധിപത്യം സാംസ്കാരിക രംഗത്തിൽ നിന്ന്, അതിന്റെ കേന്ദ്രമായ ക്ഷേത്രങ്ങളിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും എന്ന ഭീതിയാൽ അവസാനത്തെ യുദ്ധം നടത്തുകയാണ്. അതിനെതിരായ അവബോധം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുകയും അതിനെതിരായി ജനകീയ ഐക്യം സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. ലൈംഗിക പീഡന കേസിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം നയിച്ച കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് സേവ് അവർ സിസ്റ്റേഴ്സ് ആക്ഷൻ കൌൺസിൽ ഇന്ന് കൺവെൻഷൻ നടത്തും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോട്ടയത്താണ് കൺവെൻഷൻ. സ്ഥലം മാറ്റപ്പെട്ട കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ സമരത്തിൽ പങ്കാളികളാകും. വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പ്രതികരിച്ച കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റുന്ന നടപടി ചോദ്യം ചെയ്ത് സേവ് അവർ സിസ്റ്റേഴ്സ് ഫോറം ഇത്തരത്തിലൊരു കൺവെൻഷനുമായി രംഗത്തെത്തുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത്? വിശദാംശങ്ങൾ. പ്രധാനമായും 2 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്ന്, ഈ കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റാനുള്ള നടപടികൾ നിർത്തിവെക്കുക. മറ്റൊന്ന്, ആരോപണ വിധേയനായ ആൾ ഇപ്പോഴും ബിഷപ്പ് സ്ഥാനത്ത് തുടരുകയാണ്. ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് നീക്കം ചെയ്യുക, അത് സഭാ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്യുക ആവശ്യം, അല്ലെങ്കിൽ ബിഷപ്പ് സ്ഥാനം റദ്ദ് ചെയ്യേണ്ട ആവശ്യം. ഈ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് ഓഫ് സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്ന് കോട്ടയം പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ പ്രധാനമായിട്ടും സമരം ആരംഭിച്ചിരിക്കുന്നത്. അവർ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ സമരം ആരംഭിക്കും. ഈ ഒരു കാര്യത്തിൽ നിലപാടുകൾ സഭാ നേതൃത്വം എടുത്തില്ല എങ്കിൽ കർശനമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സമരപരിപാടിയോട് മുന്നോട്ട് പോകുന്നത്. മറിച്ച് ഈ 2 ആവശ്യങ്ങൾ സഭാ നേതൃത്വം പാലിക്കുന്നില്ല എങ്കിൽ സംസ്ഥാനത്തൊട്ടാകെ പുതിയ സമരമുഖത്ത് നേതൃത്വം കൊടുക്കുമെന്നും എസ് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമര നടപടികളെല്ലാം തന്നെ ആരംഭിക്കും. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അടക്കം നിയോഗിച്ചുകൊണ്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ വിചാരണ നടപടികളെല്ലാം ആരംഭിക്കുന്നു. കോടതിയിലേക്ക് ഈ കേസ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഒരു സാഹചര്യം എത്തി നിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് കന്യാസ്ത്രീകളെ സ്ഥലം മാറ്റി നടക്കുമ്പോൾ കാര്യങ്ങളിലേക്ക് നടപടികൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരവുമായി സംഘടന രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും അവർ ഉന്നയിച്ചിട്ടുള്ള 2 ആവശ്യങ്ങൾക്കും കൃത്യമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചില്ല എങ്കിൽ പുതിയ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുമാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ടി പി പ്രശാന്താണ്. 6 ലക്ഷത്തിൽ പരം പുസ്തകങ്ങളും സാഹിത്യ കലാലോകത്തെ പ്രഗത്ഭർ നയിക്കുന്ന ചർച്ചകളും കലാപരിപാടികളുമായി 2ാമത് കൃതി സാംസ്കാരികോത്സവത്തിന് കൊച്ചിയിൽ തിരിതെളിഞ്ഞു. പ്രളയാനന്തര പുനർനിർമ്മിതിയിലൂന്നി കേരള എന്ന പ്രമേയത്തിലാണ് ഇക്കുറി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം കൃതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭാവിയിലേക്കൊരു മടക്കയാത്ര എന്ന പ്രമേയത്തിൽ 4 വേദികളിലായാണ് ഇത്തവണ കൃതി ഒരുക്കിയിരിക്കുന്നത്. 1-ാം വേദിയിൽ കലാലോകത്തെ പ്രതിഭകൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും, 2-ൽ ഭക്ഷ്യമേളയും, 3-ൽ പുസ്തക പ്രദർശനവും, 4-ൽ വിജ്ഞാനോത്സവവുമാണ് ഒരുക്കിയിട്ടുള്ളത്. പുസ്തകങ്ങൾക്ക് മാത്രം 250-ലേറെ സ്റ്റാളുകളുണ്ട്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ പുസ്തകോത്സവത്തിന് പുറമെ വിജ്ഞാനോത്സവവും സംഘടിപ്പിക്കുന്നു എന്നതാണ് കൃതിയുടെ പ്രധാന ആകർഷണമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് നിന്ന് വ്യത്യാസപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിജ്ഞാനോത്സവം, സാഹിത്യോത്സവം, അതും ഈ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ സഹകരണ മേഖലയ്ക്കും ലോകത്തിന്റെ തന്നെ അതിശയമായി മാറിയ SPCSനും അഭിമാനിക്കാനുള്ള മുഹൂർത്തമാണ്. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന കൃതി സാംസ്കാരികോത്സവം ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനും ബൗദ്ധിക പുരോഗതിക്കും കൃതി സഹായിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. I hope the deliberations at the Knowledge Festival
which include ideas envisaging a future Kerala, revisiting Renaissance, experiences of people's movement, etc. കഥാകൃത്ത് ടി പത്മനാഭനെ ചടങ്ങിൽ ആദരിച്ചു. അടിസ്ഥാന സൗകര്യം, പരിസ്ഥിതി, സംസ്കാരം, സ്വാതന്ത്ര്യം, ലിംഗനീതി തുടങ്ങിയ വിഷയങ്ങളിൽ 70ഓളം സെഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ദിവസവും വൈകിട്ട് പ്രധാന വേദിയിൽ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പടക്കളം 2019. മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കുറിച്ചത്. കരുത്തുറ്റ മണ്ഡലത്തിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള വോട്ടിനാണ് LDF തുടർച്ചയായ വിജയം ആവർത്തിച്ചത്. മണ്ഡലം നിലനിർത്താൻ LDFും വിജയത്തിനായി UDFും കച്ചകെട്ടിയിറങ്ങുമ്പോൾ പാലക്കാട് ശ്രദ്ധേയമായ പോരാട്ടത്തിന് വേദിയാകും. 1957 പാലക്കാട് പാർലമെന്റ് മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. അന്നു മുതൽ ഇതുവരെ നടന്ന 15 തിരഞ്ഞെടുപ്പുകളിൽ 11 തവണയും മണ്ഡലം ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതി. 1977, 80, 84, 91 വർഷങ്ങളിലെ പൊതുതിരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് മണ്ഡലം UDFിനൊപ്പം നിന്നത്. പട്ടാമ്പി, പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളിൽ LDFും 2 മണ്ഡലങ്ങളിൽ UDFുമാണ് വിജയിച്ചത്. പാലക്കാട്, മണ്ണാർക്കാട് മണ്ഡലങ്ങളാണ് UDFിനൊപ്പം നിന്നത്. UDFിന്റെ ശക്തമായ കോട്ടയായ പട്ടാമ്പി ആവേശപ്പോരിനൊടുവിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് LDFിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 1,05,300 വോട്ടിനാണ് LDFിന്റെ MP രാജേഷ് 2ാം തവണ വിജയിച്ചത്. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 288 വോട്ടിന് മുന്നിലെത്തിയത് ഒഴിച്ചു നിർത്തിയാൽ UDFിന് ആശ്വസിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല. ഈ മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്കാലവും ഇടതുപക്ഷത്തോട് കൂറ് പുലർത്തുന്ന ഒരു ഗ്രാമങ്ങളാണ് ഈ മണ്ഡലത്തിൽ കൂടുതലുള്ളത്. അതിന് പിന്നെ ഇളക്കം വന്നിട്ടില്ല. 2009 നിലവിലുള്ള അവസ്ഥയ്ക്കും വിഭിന്നമായിട്ട് 3 മണ്ഡലങ്ങളിൽ നിന്ന് പോയി. കൊല്ലംകോട്, അന്നത്തെ കൊല്ലംകോട്, പിന്നെ ആലത്തൂര്, മറ്റേ ചിറ്റൂര്. പകരം വന്നിട്ട് ഉള്ള 3 മണ്ഡലങ്ങൾ മറ്റേ പട്ടാമ്പി അടക്കം വന്നാലും എന്നിട്ടും ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള സ്വഭാവത്തിന് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടില്ല. പൊതുതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം നിലനിർത്താൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ LDFിന് കഴിഞ്ഞില്ല. ഭൂരിപക്ഷം 68,027 വോട്ടായി കുറഞ്ഞു. BJപിക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്തി 1,36,000 വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു. വിജയശക്തി എന്ന് വിലയിരുത്താൻ കഴിയില്ലെങ്കിലും പാർട്ടിക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറാനായിരിക്കും BJപിയുടെ ശ്രമം. UDFിനകത്തെ പടലപ്പിണക്കമാണ് കഴിഞ്ഞ തവണത്തെ വൻ പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തലാണ് UDF നടത്തിയത്. 2009 തിരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചതെന്ന കണക്കിലേക്ക് കണ്ണും നട്ടാണ് UDF നിർണായകമായ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയോടെ പാലക്കാട് മത്സരത്തിനിറങ്ങുന്നത്. ഗ്രാമീണ മേഖലകളിലെ ശക്തമായ വോട്ട് ബാങ്കാണ് LDFിന്റെ കരുത്ത്. കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച MP വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ലോക് താന്ത്രിക് ജനതാദൾ LDFിലെത്തിയതും ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച പാലക്കാട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മികച്ച വിജയം തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. അതേസമയം ചരിത്രത്തിലെ പരാജയത്തിന്റെ കണക്കുകൾ മറന്ന് മണ്ഡലത്തിൽ തിരിച്ചുവരവിനുള്ള ശ്രമമാകും UDF നടത്തുക. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.